ഹായ് ഫ്രണ്ട്സ്, ഐ എം കിരൺ. ഏവർക്കും നമ്മളുടെ കറക്കം വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് മെൽബണിലെ എൽദം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഡയമണ്ട് വാലി റെയിൽവേ, ഇതൊരു മിനിയേച്ചർ റെയിൽവേ ആണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ? ലൊക്കേഷൻ QR കോഡ് ഇതേ ചുവടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റിംഗ് കൗണ്ടർ കാണാം. അവിടെ 2 കൗണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് $5 ഒരു ടിക്കറ്റ് കിട്ടും. നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ, ഇനി നമുക്ക് ഈ നീണ്ട ക്യൂവിലേക്ക് കയറാം. ഇത്ര തിരക്കുണ്ടാകാൻ കാരണം എന്താണെന്നറിയാമോ? എവറി സൺഡേസ് മാത്രമാണ് ഇത് വർക്കിംഗ് ഉള്ളൂ. സൺഡേസ് 11 to 5 വന്നാൽ നമുക്ക് ഈ ട്രെയിനിൽ കയറാം. ഇതാണ് നമ്മുടെ കുട്ടി ട്രെയിൻ. വളരെ രസമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ വരുന്നത് കണ്ടോ, അത് പുതിയതായിട്ട് ആളുകളെ എടുക്കുന്നതിനുള്ള ഒരു ട്രെയിനാണ് കേട്ടോ. ഫസ്റ്റ് എൻജിൻ കാണാം. അതിൻ്റെ ബാക്കിലേക്ക് കുട്ടി കുട്ടി ബോഗീസാണ്. കുഷ്യനുള്ള ഒരു സ്ട്രെയിറ്റ് നീണ്ടൊരു ലോഗ് പോലത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഉള്ളത്. കാണുന്നില്ലേ, ആളുകൾ കയറുന്നു. ഏറ്റവും ലാസ്റ്റ് ബോഗിയിൽ ചെയറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അതിൻ്റെ അകത്തിരിക്കാം. ഞങ്ങളിവിടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പതുക്കെയാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ, പതുക്കെയാണ്. 8 km/h ആണ് ഇത് പോകുന്നത്. 20 minutes നമുക്ക് ട്രാവൽ ചെയ്യാം. കാണുന്നത് കുറേ വോളണ്ടിയേഴ്സാണ്. അവരവിടെ എൻജിനൊക്കെ റിപ്പയർ ചെയ്യുന്നു. ഈ കാണുന്ന ഷെഡ് കണ്ടോ, അവിടെ ഇഷ്ടംപോലെ നമ്മുടെ കുട്ടി ട്രെയിൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നു. സിഗ്നൽസൊക്കെ നമുക്ക് മുകളിൽ കാണാം. ഇതെല്ലാം വർക്കിംഗ് ആണ്. ഈ ഒരു ഏരിയ ഫുൾ അവർ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു റെയിൽവേ, ഒരു മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഉണ്ടാക്കി. സ്റ്റേഷൻസ് പലതുണ്ട്. അതുപോലെ ഡെമോ സ്റ്റേഷൻസൊക്കെ ആയിട്ട്. ഇവിടെ നമുക്കൊരു വോളണ്ടിയറിനെ കാണാം. ആളും അവിടെ നല്ല റിപ്പയറിങ് പണികളിലൊക്കെയാണ് കേട്ടോ. ഭയങ്കര സേഫ്റ്റിയും എല്ലാം നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ഓവർ ബ്രിഡ്ജ് കാണാം, സിഗ്നൽസ് കാണാം. പിന്നെ അവിടെ പിക്നിക് സ്പോട്ടാണിത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ പിക്നിക്ക് ചെയ്യുന്നുണ്ട്. അവരവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നു. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഈ പോണ വഴിയിലൊക്കെ കാണാം കേട്ടോ. പലരും നമുക്ക് വേവ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ എല്ലാം കാണുന്നവർക്കൊക്കെ ഒരു ക്യൂട്ട്നെസ് ആണ്, ഭയങ്കര സന്തോഷമാണ്. ഈ കാണുന്നത് ഒരു സ്റ്റേഷനാണ് കേട്ടോ. അവിടെ നിർത്തുമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യുന്നുണ്ട്, അല്ലാതെ നിർത്തത്തില്ല. അവിടെ ഒരു കണ്ടോ കുട്ടികളൊക്കെ കാണാം. പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് പോണ പോലെ ഒരു ഫീലാണ്. അപ്പം നമ്മളിത് നേരെ എൻ്റർ ചെയ്യുന്നത് ഒരു ടണലിലേക്കാണ്. മുകളിൽ കൂടെ വേറൊരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടണലെത്തി. ഭയങ്കര ഇരുട്ടാട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ക്യാമറ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കണ്ടില്ലേ, വേറൊരു ട്രെയിൻ പോകുന്നു. നമ്മളിങ്ങനെ പാരലലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അവർ കുറച്ച് മുകളിലാട്ടോ. ഇങ്ങനെ റെയിൽ ഇങ്ങനെ പല പല തട്ടുകളിലായിട്ടാണ് റെയിൽസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ സായിപ്പ് കാണിക്കണ നോക്ക്, ആളിങ്ങനെ പതുക്കെ തുഴഞ്ഞാണ് പോകുന്നത്. സ്പീഡ് കുറവാണേ, അതിൻ്റെ ഒരു സിംബോളിക്കായിട്ട് ആൾ കാണിക്കണേ. ഇപ്പം നമ്മൾ ചെറിയൊരു ഓവർ ബ്രിഡ്ജിലൂടെ ആട്ടോ കടന്നു പോകുന്നത്. നമ്മൾ ആദ്യം പോയ ടണലാണ് അവിടെ കാണുന്നത്. കുഞ്ഞ് ബ്രിഡ്ജും കുഞ്ഞ് ടണലും ഒക്കെ ആയിട്ട്. പിന്നെയും നമ്മളൊരു ചെറിയ ബ്രിഡ്ജ് കയറി.
താഴെ നമ്മൾ ആ റെയിൽ കടന്നതാണ്. നമ്മളിങ്ങനെ കറങ്ങിയാണ് വരുന്നത്, ഓരോ ലെയർ പോലെ. നമുക്കിടെ ശേഷം കയറിയേക്കണവരാണ് ഇപ്പോൾ ആ വരുന്നത്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ അതേ എത്തി, നമ്മുടെ ട്രാവൽ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ട്രെയിൻ സവാരിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു. അവിടെ ഹോട്ട് ഫുഡ്സ് ഉണ്ടായിരുന്നു, ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 ഐസ്ക്രീമൊക്കെ കഴിച്ച് പതുക്കെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ക്യൂവിൽ നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ കണ്ടത്. കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഫണ്ണിന് വേണ്ടിയാണ്. അതും നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണുന്നതിനും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.